എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളുടെ വളകാപ്പാണ്, രണ്ടാമത്തെ വളകാപ്പ്. അതെ. അപ്പം എന്താ പറയാ, ഇന്ന് നമ്മൾ റിസോർട്ടിൽ വന്നിട്ട് ഇന്നിപ്പോ രാവിലെ ഏകദേശം 6 മണിയായി. റിസോർട്ടിലെല്ലാം കാര്യങ്ങൾ സെറ്റ് ആക്കിയിട്ട് അത് നോക്കാൻ വേണ്ടി വന്നതല്ലേ. എന്നുവെച്ചാൽ ഇവന്റിന്റെ ആൾക്കാരാണ്. അതുപോലെ നല്ല അടിപൊളിയാക്കി സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം. കേറി വരുന്ന എൻട്രൻസിൽ തന്നെ നമ്മളെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഇതൊക്കെ ഇവന്റിന്റെ ആൾക്കാർ സെറ്റാക്കിയതാണ്. ഡ്രീം വെഡ്ഡിങ് ഇവന്റ്സ് എല്ലാം സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഉള്ളോട്ട് വന്നിട്ടുണ്ടെങ്കിൽ വാവേൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. നല്ല ഭംഗിയില്ലതാ വാവ. ഞാൻ അങ്ങനെ പോസ്റ്റർ സെറ്റ് ആക്കിയതാണ്. അത് അവർ സെറ്റ് ചെയ്ത് തന്ന പോസ്റ്റർ. നോറ മുസ്കാൻ സ്വന്തം മുഖം നമുക്ക് നോക്കിക്കൊണ്ട് വെൽക്കം ഡ്രിങ്ക് കുടിക്കാം. എല്ലാം ഓക്കെ അല്ലേ? ഇതല്ലേ ഫ്ലവേഴ്സും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്ത്. ഇവിടെ ഒന്നുണ്ടല്ലേ. ഇത് നോറ മുസ്കാൻ്റെ ഐഡിയ. അംബ്രല്ലേന്റെ ഉള്ളിൽ ഫ്ലവർ വേണമെന്നുള്ളത്. എന്താ വെച്ചാൽ അഥവാ മഴ പെയ്യുകയാണെങ്കിൽ നോറയ്ക്ക് കയറി നിൽക്കാനുള്ള ഒരു ഐഡിയ ആണ്. അതെ അതെ, വിത്ത് ഫ്ലവർ. ഡെക്കോർ ഫുള്ള് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞിരുന്നു അവരോട്. ചടാർ അങ്ങനെ തന്നെയല്ലേ. യെസ് യെസ്, ഫുൾ ഒരുങ്ങി കഴിഞ്ഞിട്ട്. വിചാരിച്ച പോലൊക്കെ കണ്ടപ്പോ ഉണ്ടോ? അടിപൊളി. ഞാൻ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ട്. ഇവര് രാത്രി വന്നിട്ട് എല്ലാം സെറ്റാക്കി നമ്മൾ രാവിലെ എണീച്ച് നോക്കുമ്പോഴാണ് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഫോട്ടോ കണ്ട പോലെ തന്നെ എല്ലാം ആയപ്പോ അല്ലേ. ഇനി ഇതാണ് നമ്മളെ മണ്ഡപം. മണ്ഡപം എന്നാണോ പറയാ? അതിനു മുന്നേ ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം നമ്മളെ ഓൾമോസ്റ്റ് ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ അടിപൊളിയായിട്ട് ഇവിടെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി റെഡി ആവാനുള്ളത് സെഞ്ചുറി 001. നല്ല ഫുൾ സെറ്റ് ചെയ്ത് ഒരു ഡ്രീമി ആയിട്ടുണ്ട്. നമ്മള് ഇത്രയൊന്നും ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ഡ്രീമി വെഡിങ് വെക്കാം. അതെ, വെഡിങ്ങിന് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം എന്ന് വിചാരിച്ച് പറ്റിയില്ല. പക്ഷെ കൊറോണ ടൈമിലായി പോയി. ഇതൊന്നും കൂടി കെട്ടാതാണോ? അതെ, മേക്കപ്പ് ഇടണം. ഇന്ന് നമ്മുടെ മേക്കപ്പ് ചെയ്യുന്നത് ഈ ആളാണ്, ഷെഹല ബക്കർ. കാരണം ഷെഹല ബക്കറിന് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരുപാട് ഈ ഷെഹലന്റെ വർക്കാണ് ഞങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. എന്തായാലും വർക്കൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അടിപൊളിയാണ്. പിന്നെ ആള് ഇൻഫ്ലുവൻസർ ആണ്. ഇന്ന് നമ്മൾ റീൽസിൽ പ്രധാന കഥാപാത്രം ചെയ്യുന്നുണ്ട്. പിന്നെ ആള് ഓൾ കേരള ചെയ്യുന്നുണ്ട്. ഓൾ കേരള വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്കഷനിൽ കൊടുക്കാം. എന്തായാലും തുടങ്ങട്ടെ പണി. അപ്പം ഞാനും നോറയും കൂടി നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ബാംഗിൾസ്, ചക്കൂടി വാങ്ങി വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് ഇവന്റിന് വേണ്ടി ചന്ദനം, മഞ്ഞള് അതൊക്കെ വാങ്ങാൻ വേണ്ടി, മുല്ലപ്പൂവ്, അതൊക്കെ വാങ്ങാൻ വേണ്ടി നമ്മൾ പാളയം മാർക്കറ്റിലേക്ക് പോവുക. അതൊന്ന് സെറ്റാക്കിയിട്ട് വേഗം തിരിച്ചു തരാം. അവിടെ വാവേൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ നടക്കാണ്. വേഗം എത്തിയിട്ട് വേണം എനിക്കും ഡ്രസ്സ് മാറി. ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഈ സമയത്ത് പാളയത്ത് പോകുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പാളയത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. സൗകര്യം. ഗസ്റ്റ് ആദ്യം വന്ന ഗസ്റ്റ് തന്നെ സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. ഇത് ഞാൻ പണിക്കാരനല്ലേ. എങ്ങനെയുണ്ട് വിജയുടെ നമ്മളെ സെറ്റപ്പ് ഒക്കെ? രസമുണ്ടോ? അനു ഫുൾ ഞങ്ങളെ മോഡലായല്ലേ, സാരി മോഡൽ. ഇത് 100 വർഷം പഴക്കമുള്ള ബംഗ്ലാവ് എന്നാണ്. ഒരു റിനോവേറ്റ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഫോട്ടോഷൂട്ടിനും കല്യാണത്തിന്റെ കാര്യത്തിനൊക്കെ കൊടുക്കുക. മറ്റേ പാട്ട് ആ ആൽബം മൊത്തം ഇവിടുന്നു. അപ്പോൾ എല്ലാവരും റെഡിയായി. ഞാൻ മാത്രമേ റെഡി ആവേണ്ടുള്ളൂ. അപ്പോൾ വേഗം പോയിട്ട് ഒന്ന് റെഡി ആയിട്ട് നമുക്ക് പരിപാടി അടിച്ച് പൊളിക്കാം. അപ്പം ബാബേൻ്റെ മേക്കപ്പ് ഏകദേശം കഴിഞ്ഞ് സാരി ഉടുക്കുന്നതിൻ്റെ ഡ്രൈപ്പിംഗ് അല്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മേനെ അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ബക്കർ അവർ അടിപൊളിയായിട്ട് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ദീപേട്ടനും ചക്കോടിയുമാണ് എല്ലാം ചെയ്യുന്നത്.
അപ്പോൾ ഇതാ എൻ്റെ കോസ്റ്റ്യൂം ഇതാ ഈ ഒരു എന്താ ക്രീം കളറാണ്. അതിലിവിടെ ഒരു വർക്ക് വരുന്നുണ്ട്. അച്ഛൻ്റെയും കുഞ്ഞിൻ്റെയാണ് ഉദ്ദേശിച്ചത്. ഇതേപോലെ തന്നെ ബബ്ലുവിൻ്റെ എൻ്റെ ഡിക്റ്റോ സാധനമാണ്. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. ബാബേൻ്റെ മേക്കപ്പ് ഇതാ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഭാഗമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ തന്നെ വരച്ചിട്ടതാണ്. നന്നായി, അങ്ങനെ പിന്നെ ഉൾപ്പെടുത്തിയല്ലോ. ഞാൻ എൻ്റെ എന്താണ് പോയാ ആടെ പോയിട്ട് ഇവനാ ലഡു അങ്ങനെ എടുത്ത് ഇവനെ ലഡു എടുത്ത് തന്നെ. പിന്നെ നമ്മുടെ സ്വന്തം ഹരിയേട്ടൻ വന്നു, നമ്മളെ ബൺബോയൊക്കെ ഇല്ലേ അതിൻ്റെ ഓണറാണ്. അപ്പോൾ മൂപ്പര് സർപ്രൈസ് ആയിട്ട് ഒരു കേക്കൊക്കെ കൊണ്ടാട്ടോ വന്നത്. ഭയങ്കര സന്തോഷമായിരുന്നു, നമുക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു.
ആണോ? ഇത് ടേസ്റ്റ് ഉണ്ടോ? നമ്മുടെ ഫുഡിൽ മെയിൻ ഹൈലൈറ്റ് ഇതായിരുന്നു. ഷാപ്പില്ലേ കോഴിക്കോടിൽ, അവിടുത്തെ ഒരു മെയിൻ ഡിഷാണിത്. ചക്കേനെ വെച്ചിട്ടൊരു പരിപാടി, ഭയങ്കര ഡെസേർട്ടാണ്, നല്ല ടേസ്റ്റ് ആയിരുന്നു. അത് സാധനം എല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ നമ്മളെ ബിരിയാണി, ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഷാപ്പത്ത് അത് നമുക്ക് വേണ്ടി സെറ്റാക്കിയത് അതിൻ്റെ ഓണർ ജുബിച്ചേട്ടൻ തന്നെയായിരുന്നു. പിന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നല്ല രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്തു. എല്ലാവരും വന്നു, നമ്മൾ വിളിച്ച എല്ലാവരും വന്നു. അപ്പം അടിപൊളിയായിട്ട് അതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹാമ്പേഴ്സൊക്കെ സെറ്റാക്കിയത് ഷുഗർ ഫിൽസ് എന്നാണ്. അവരൊരു കേക്കും കൂടി, അവരുടെ തന്നെ മലപ്പുറത്തുള്ളൊരു പുതിയ കഫേയാണ്. അവിടുത്തെ ഒരു അടിപൊളി എന്താ പറയുക, ഫ്രൂട്ട്സിൻ്റെ ഒരു കേക്ക്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സീരിയസ്ലി പറയണം, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളത് ചെക്ക് ചെയ്ത് നോക്കിട്ടോ. എന്തായാലും ഇത് എന്നും ഓർമ്മയിൽ നിൽക്കുന്നൊരു അടിപൊളി ഒരു സ്വപ്ന, എന്താ പറയുക, അങ്ങനെയായിരുന്നു എനിക്കും ഭാവിക്കും ഒക്കെ. പിന്നെ നമ്മൾ നോർമലി റീൽസൊക്കെ എടുത്തു വീഡിയോസിന് വേണ്ടി, അതൊക്കെ കഴിഞ്ഞു. അപ്പം നമ്മളെ വളകാപ്പ് ഫംഗ്ഷനൊക്കെ അതാ അടിപൊളിയായിട്ട് കഴിഞ്ഞു. അപ്പം എല്ലാം കഴിഞ്ഞ് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അന്നേരം ഈ വ്ളോഗും കൂടി എൻ്റെ ആക്കാന്ന് വിചാരിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. എന്താ ഫീൽ ചെയ്ത്? അയ്യോ ഭയങ്കര ഹാപ്പി ആയി. രാവിലെ ഞാൻ അത്രയും ആ പാട്ടും ഈ സെറ്റപ്പും ഒക്കെ കണ്ടപ്പോ ഒരു ഡ്രീമിലുള്ള പോലെയായിരുന്നു. അപ്പൊ ഭയങ്കര കുറച്ച് ബോയ്സിലേക്ക്. അപ്പം അങ്ങനെ അടിപൊളിയായിട്ട് എല്ലാം കഴിഞ്ഞു. എല്ലാവരും വന്ന് വിളിച്ചത് ഭയങ്കര സന്തോഷം. അപ്പം എന്തായാലും ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമാവെന്ന് വിചാരിക്കുന്നു. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഇനി നല്ല നല്ല വീഡിയോസ് വരുന്നതായിരിക്കും. കുഞ്ഞിന്റെ വരവിനായിട്ട് നമ്മൾ കാത്തിക്കാണ്, ബബ്ലൂസും കാത്തിക്കാണ്. എന്തായാലും